എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങാപ്പുട്ടാണ്. അപ്പോൾ നമുക്ക് മാങ്ങയും കൊണ്ട്, നല്ല പഴുത്ത മാങ്ങയും കൊണ്ട് നമുക്ക് അടിപൊളി പുട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പം ഞാൻ ഒരു മാങ്ങ, ഈ ഒരു സൈസ് വലിപ്പത്തിലുള്ള ഒരു മാങ്ങയാണ്, നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറു കഷ്ണങ്ങളാക്കി നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾപ്പാക്കി എടുക്കണം. അപ്പം അതിന് ശേഷം ഞാൻ കാണിക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇത് തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒട്ടും വെള്ളം ചേർക്കരുത്. അതൊന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ കറക്റ്റ് പരുവത്തിലുള്ള നമുക്ക് ഇത് കിട്ടും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ മാങ്ങ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് മാങ്ങാപ്പൊട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. വെള്ള പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ള പുട്ടുപൊടിയാണെങ്കിൽ നമുക്ക് നല്ലൊരു കളറ് കിട്ടും. പുട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുവാണ്. മാങ്ങ പൾപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. നമുക്ക് വെള്ളം ഇപ്പോൾ ഒഴിക്കരുത്, നമുക്കിത് നോക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല. സാധാരണ നമ്മൾ പുട്ട് കുഴയ്ക്കുന്ന അതേ പരുവത്തിലാണ് ഇത് ചെയ്യേണ്ടത്. വ്യത്യാസമൊന്നുമില്ല. നമ്മൾ വെള്ളം ചേർക്കാതെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1-2 ടീസ്പൂൺ മാത്രം മതി. അത് നോക്കുക. അപ്പം പുട്ടുപൊടി ഉണ്ട് ഈ ഒരു പരുവം. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെയാണ്, പിന്നെ ഇങ്ങോട്ട് വിടുമ്പോൾ ഈ ഒരു പരുവം. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. പിന്നെ പുട്ടുപൊടിയിലേക്ക് നമുക്ക് തേങ്ങ വേണം. ഇതൊരു ഞാൻ 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം നമുക്കിത് ഇടാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. മാങ്കോ പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഈ പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 2 മിനിറ്റിന് ശേഷം വെള്ളത്തിൻ്റെ അളവ് വേണമെന്ന് തോന്നിയാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ പുട്ട് വല്ലാതെ കുഴഞ്ഞിരിക്കും. നമുക്ക് ഇനി പുട്ട് കുറ്റിയിലേക്ക് നമുക്ക് തേങ്ങ ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. തേങ്ങ ഇഷ്ടമുള്ള കൂടുതൽ ചേർക്കാം. ഈ ഒരു പുട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് മാങ്ങപ്പുട്ടാന്നോർത്തോണ്ട് നമുക്ക് എല്ലാ കറി ഇതിനകത്ത് ഉപയോഗിക്കണം. മേലിലോട്ട് ഞാൻ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇതിനൊന്നും അത്ര കണക്കില്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ കുക്കറിലാണിത് ഞാൻ മേളിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒന്ന് ചൂടായതിലേക്ക് ആവി വരുന്ന സമയത്ത് നമുക്ക് ഈ കുറ്റി അങ്ങ് വെച്ചാൽ മതി. എല്ലാവർക്കും അറിവുള്ള കാര്യമായിരിക്കും. പക്ഷെ അറിയാത്ത ആർക്കെങ്കിലും ഉപകാരപ്രദമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വെള്ളം തിളച്ചതേ ആവി വരുന്നുണ്ട്. അപ്പം നമ്മളിത് ചിരട്ടപ്പൊട്ടി ഇതിലോട്ട് വെക്കുവാണ്. അതിന് ശേഷം നല്ലതായിട്ട് ആവി വന്നതിന് ശേഷം നമുക്കിത് 1-2 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് എടുക്കാം. അപ്പം അതേ നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങോ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് കടലക്കറിയുടെ കൂടെയോ പഴത്തിൻ്റെ കൂടെയോ ചെറുപയർ കറിയുടെ കൂടെയോ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇതുപോലത്തെ ബാക്കി ഞാൻ പുട്ട് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.